നിത്യയൗവനത്തിന് എപ്പോഴും യുവത്വം തുളുമ്പുന്ന, നല്ല മുഖകാന്തി തരുന്ന, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന നല്ല ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. കുങ്കുമപ്പൂ പോലെ തന്നെ നല്ല നിറമുള്ള മുഖത്തിന് വേണ്ടിയുള്ള ക്രീമാണ്. വീഡിയോയിലേക്ക് പോകാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ സ്കിൻ കെയർ ശ്രദ്ധിച്ചു തുടങ്ങും അല്ലേ? നമ്മൾക്ക് അപ്പോഴാണ് തോന്നുന്നത്, ഓക്കെ, ഇതിൻ്റെ സ്കിന്നൊന്ന് പരിചരിക്കണം, എൻ്റെ സ്കിന്നൊന്ന് യൗവനമുള്ളതാക്കി തീർക്കണം, യൂത്ത്ഫുൾ അപ്പിയറൻസ് വേണം എന്നൊക്കെ നമ്മൾക്ക് തോന്നുന്നത് അപ്പോഴാണ്. അത് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്കിൻ കെയറിനെ കുറിച്ച് അറിയാൻ തുടങ്ങും. ബേസിക് സ്കിൻ കെയർ അറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് ബേസിക് സ്കിൻ കെയർ എന്ന് വെച്ചാൽ നമ്മൾ ടോണർ വേണമെങ്കിൽ ടോണർ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതാണ് ബേസിക് സ്കിൻ കെയർ. നല്ലൊരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുക, അതും ഹെർബൽ ഫേസ് വാഷ് ആണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ എന്ത് ചെയ്താലും ഫേസിനൊരു കളർ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേർന്ന ഒരു ക്രീമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ്, ഇത് ഡ്രൈ സ്കിന്നിന് ചേരുമോ, ഇത് ഓയിലി സ്കിന്നിന് ചേരുമോ, കോമ്പിനേഷൻ സ്കിന്നിന് ചേരുമോ എന്നൊക്കെ. സോ ഈ സ്കിന്നിൻ്റെ ടൈപ്പൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്രീഷ്യബിൾ ആണ്. ബിക്കോസ് വിച്ച് ഈസ് യുവർ സ്കിൻ ടൈപ്പ് എന്ന് മനസ്സിലാക്കുന്നത് ദാറ്റ്സ് ഗ്രേറ്റ്. ആക്ച്വലി നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സ്കിൻ ടൈപ്പ് ഇങ്ങനെയാണെന്നുള്ളത്. ഇനി അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത്. ഓയിലി സ്കിന്നാണ് കേട്ടോ ഈ ആൻറ്റി ഏജിങ്ങിൽ ഏറ്റവും നല്ല സ്കിൻ കെയർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്ന് ഒരിക്കലും ഏജ് ആവില്ല. റിങ്കിൾസ് വീഴാൻ താമസിക്കും, ഫൈൻ ലൈൻസ് വീഴാൻ താമസിക്കും, ചുളിവുകൾ വീഴാനും സ്കിന്നൊന്ന് ഡിമ്മാകാനും സാഗിയാനൊക്കെ താമസിക്കും. ഇതിനൊക്കെ കൂടെ അതിൻ്റെതായ ഫുഡും കൂടെ എടുക്കണം കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളാജൻ ബൂസ്റ്റ് ആയിട്ടുള്ള ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ലേറ്റർ ചെയ്യാം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിരുന്നു കൊളാജൻ ബൂസ്റ്റിംഗ് ഫുഡ് ചെയ്യാമോ എന്നൊക്കെ വാട്സപ്പിൽ. സോ നമ്മൾക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ സ്റ്റോറിലുള്ള എല്ലാ പ്രോഡക്റ്റും തന്നെ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. പ്രത്യേകിച്ച് അതിനൊരു പ്രത്യേകിച്ച് ആൻറ്റി ഏജിങ് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം 25 എബോവ് എപ്പോഴും ഏജിങ് ആണ്. സ്കിന്ന് ഏജിങ് പ്രോസസ്സ് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ എബോവ് 25 ഉള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് നമ്മളുടെ സ്റ്റോറിലുള്ളത്. ഹോം മെയ്ഡ് പ്രോഡക്ട്സ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹോം മെയ്ഡ് പ്രോഡക്ട്സ്. അതേപോലെ തന്നെ വേറൊരു കാര്യം, അത് ഞാൻ വീഡിയോ കണ്ടിട്ട് പറയാം. നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള കുങ്കുമപ്പൂവാണ് നമ്മൾ ഇന്ന് ക്രീം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഫ്രീ റാഡിക്കൽസ് മൂലമുള്ള അകാല വാർദ്ധക്യത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് കുങ്കുമപ്പൂ സഹായിക്കുന്നതാണ്. മുഖത്തിന് നല്ല ഗ്ലോ തരാനും പ്രായത്തെ കുറച്ച് കാണിക്കാനും ചർമ്മത്തിന് വരൾച്ച ഉണ്ടാകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ കുങ്കുമപ്പൂ ഒരു 50 ഓളം കുങ്കുമത്തിന്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് നല്ല ഹോട്ട് വാട്ടറിൽ ഒരു 6 മണിക്കൂറോളം നമ്മൾ കുതിർക്കാൻ പോവുകയാണ്. കുങ്കുമപ്പൂവ് ചർമ്മം മൃദുവായി സൂക്ഷിക്കാനും യുവത്വ ഭാവത്തോടെ കാണിക്കാൻ, നല്ല യൂത്ത്ഫുൾ ഗ്ലോ കാണിക്കാനും സഹായിക്കുന്നതാണ്. പക്ഷെ സ്ഥിരമായി ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇടാൻ പോകുന്നത് എമൾസിഫയിങ് വാക്സ് ആണ്. എമൾസിഫയിങ് വാക്സ് വെള്ളവും ക്രീമും എണ്ണയും എല്ലാം ഒന്നിച്ച് യോജിച്ച് നമ്മളുടെ ക്രീമിനെ സിൽക്കി ഫോമിലാക്കി തരുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ നമ്മളുടെ സ്കിന്നിനെ ഫൈൻ ലൈൻസിനെ ഒക്കെ മാറ്റി നല്ല കളർ തരാനായിട്ട് സഹായിക്കുന്നതാണ്. നല്ല ഇലാസ്റ്റിസിറ്റി സ്കിന്നിന് ഉണ്ടാകാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്ലിസറിൻ. ഗ്ലിസറിനും എമൾസിഫയിങ് വാക്സും കൂടെ നമ്മൾ ഒന്നിച്ച് ഒരു സിൽവർ പേപ്പർ വെച്ച് മൂടി വെക്കാൻ പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഗ്രേപ്പ് സീഡ് ഓയിൽ ആണ്. ഗ്രേപ്പ് സീഡ് ഓയിൽ നമ്മളുടെ സ്കിന്നിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും തടയാനും ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വരണ്ടു പോകാതെ മോയ്സ്ചർ നിലനിർത്തുന്നതിന് സഹായിക്കുന്നു. സോഫ്റ്റ് ആയിട്ട് നിർത്തുന്നതും നല്ല പ്ലംപി ആയിട്ട് നിർത്താനും സഹായിക്കുന്ന ഒന്നാണ്. ഗ്രേപ്പ് സീഡ് ഓയിൽ നമ്മളുടെ സ്കിന്നിന് യുവത്വം നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്നതാണ് നിരന്തരമായിട്ട് ഉപയോഗിക്കുമ്പോൾ. നമ്മളിപ്പോൾ ഗ്രേപ്പ് സീഡ് ഓയിലും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇൻഫ്യൂസ് ആയിട്ടുള്ള ആ ഒരു വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. മിക്സ് ചെയ്ത് ഒരു സിൽവർ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്ത് ഇതും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എമൾസിഫൈ വാക്സും ആ ഡിസ്റ്റിൽഡ് വാട്ടർ, ഹോട്ട് വാട്ടറും ഈ കുങ്കുമപ്പൂവും ഗ്രേപ്പ് സീഡ് ഓയിലും കൂടെ ചേർത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ
ഇൻഫ്യൂസ് ചെയ്ത് അതിനെ മിക്സ് ആക്കാനാണ് പോകുന്നത്. ആദ്യം ഞാൻ വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവും ഗ്രേപ്പ് സീഡ് ഓയിലും കൂടിയാണ്. അത് ചെറിയ ചൂട് മതിയാകും. അടുത്തത് എമൾസിഫയിങ് വാക്സും നമ്മളുടെ വാട്ടറും കൂടെ ഹോട്ട് വാട്ടറും കൂടെ ചേർന്ന് ഒരു ഏകദേശം 90°C നന്നായിട്ട് വരുമ്പോൾ ഒന്ന് ബോയിലിംഗ് പോയിന്റിലിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ബോയിൽ ചെയ്യുമ്പോഴേക്കും ഈ വാക്സും ഈ വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മിൽക്കി ഫോമിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. സ്കിന്നിന് നമ്മൾ തേക്കാൻ ഉപയോഗിക്കുന്ന ക്രീമിന് അതിന്റെ ഒരു സ്ട്രക്ചർ തരാനായിട്ട് വളരെ നല്ലതാണ് എമൾസിഫയിങ് വാക്സ്. അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾക്ക് സ്കിന്നിന് ഓക്സിജൻ തരാനായിട്ട് വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു 50°C ഇരിക്കുമ്പോൾ തന്നെ വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റണം. അതിലേക്ക് നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവും നമ്മുടെ ഗ്രേപ്പ് സീഡ് ഓയിലും കൂടെ ചേർത്ത് എടുത്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ഒരു ബീറ്റർ വെച്ച് നന്നായിട്ട് വിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നിർത്തി ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല പതഞ്ഞ് ക്രീമായിട്ട് വരുന്നതാണ്. ക്രീം കൺസിസ്റ്റൻസിയിൽ വളരെ സോഫ്റ്റ് സിൽക്ക് ആയിട്ട് വരുന്നതാണ്. ഇത് നമ്മൾക്ക് ഫേസിലിടാൻ ഒരുപാട് നല്ലതാണ്. ചർമ്മത്തിന് ആഴത്തിലുള്ള ജലാംശം നൽകാനും മുഖത്തിന് സ്വാഭാവികമായ തിളക്കവും ആരോഗ്യവും നൽകാനും ആന്റി ഓക്സിഡന്റുകൾ സമൃദ്ധമായതിനാൽ അകാല വാർദ്ധക്യത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. ചുളിവുകൾ കുറച്ച് നമ്മളുടെ സ്കിന്നിനെ ഫേം ആക്കി റിജിഡാക്കി യുവത്വമുള്ളതാക്കി നിർത്താനും നല്ല മുഖകാന്തി തരാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. ഇതുപോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത ഈ ക്രീം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, ഇതിരുന്നോളും. ഈ പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. മുഖത്തിനെ അതുപോലെ തന്നെ പ്ലംപി ആയിട്ടും സപ്പിളായിട്ടും നിങ്ങൾ സ്കിന്നിനെ നല്ല യുവത്വമുള്ളതാക്കിയും നിർത്തുന്ന ഒരു ക്രീമാണിത്. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാം. ഇതുപോലെ വേണ്ടത്ര ക്വാണ്ടിറ്റി ഒരു പീനട്ട് സൈസിലെടുത്ത് ഫേസിൽ വാഷ് ചെയ്ത ഫേസിൽ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫേസ് നല്ല ഗ്ലോ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആകാനും കളർ വെക്കാനും ഫൈൻ ലൈൻസിൻ്റെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് മാറ്റാനും യൂത്ത്ഫുൾ ഗ്ലോ കിട്ടാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. ഇത് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വാട്സപ്പ് നമ്പർ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. അവരാണിത് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് വിചാരിച്ച് മനഃപൂർവ്വം എൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ച് ഫോൺ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അവൈലബിളേ ആയിരിക്കത്തില്ല. വാട്സപ്പ് മെസ്സേജസ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നിട്ട് അത് ഞാൻ കണ്ടിട്ടാണ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാറുള്ളത്. പിന്നെ എന്തെങ്കിലും എമർജൻസി അത്യാവശ്യമുള്ളവർ, ബിക്കോസ് ഞാൻ തന്നെ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം എന്നുള്ളവർക്ക് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രൊഫഷൻ എന്താണെന്നും ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ഞാൻ എന്താണ് ആരാണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആൻറ്റി ഏജിങ്ങിൽ നമ്മൾ കുറച്ച് കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏജിനെ ഒരു 20 years പുറകോട്ട് കാണിക്കുന്ന പോലത്തെ അപ്പിയറൻസ് നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റും. കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുടെ മുന്നിൽ. അത് മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുമ്പോൾ സന്തോഷം തന്നെ. പക്ഷേ നമ്മൾക്ക് സ്വയമായിട്ട് നമ്മളെക്കുറിച്ച് ഒരു വിലയിരുത്തലുണ്ടായിരിക്കുമല്ലോ, അത് വളരെ വലുതാണ്. അതായത് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം എന്നൊക്കെ പറയും, അത് ഒരുപാട് വലുതാണ്. നമ്മൾക്കത് മനസ്സിലാക്കിയെടുക്കുന്നത് നമ്മളെ ആരെങ്കിലും നമ്മളുടെ ഫിസിക്കിനെ വെച്ചോ നമ്മളുടെ അപ്പിയറൻസിനെ വെച്ചോ ഒക്കെ ഒന്ന് കോട്ട് ചെയ്ത്, മേ ബി അതൊരു ഇൻസൾട്ട് ചെയ്ത് മനഃപൂർവ്വം ചിപ്പം സംസാരിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ അറിയാതെ അവരടിക്കുന്ന കമൻ്റ് ആയിരിക്കാം. അത് നമ്മളുടെ ഉള്ളിൽ നന്നായിട്ട് അങ്ങ് പതിയും. അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുക, എന്തായിരിക്കും അവർ പറഞ്ഞ, അയ്യോ എനിക്കിത് മാറ്റണം. പിന്നെ നമ്മൾക്കൊരു ആദ്യമാണ്, ഓക്കെ എൻ്റെ സ്കിന്ന് റെഡി ആയില്ല, എൻ്റെ സ്കിന്ന് ശരിയല്ല, എൻ്റെ സ്കിന്ന് ഡാമേജ് ആയി തുടങ്ങി, ഡള്ളായി തുടങ്ങി എന്ന് പറഞ്ഞ് നമ്മൾ ഉടനടി ഒരു സ്കിൻ കെയർ തുടങ്ങും. ദാറ്റ് ഈസ് ബെറ്റർ. സ്കിൻ കെയർ തുടങ്ങുക, പക്ഷേ ആ സമയത്ത് തന്നെ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുക, ഞാൻ സ്റ്റാർട്ടിംഗ് ആണ്, ഞാൻ സ്കിൻ കെയർ തുടങ്ങുകയാണ്, അപ്പോൾ എനിക്ക് കുറച്ച് സമയം എടുക്കും എൻ്റെ സ്കിന്ന് റിപ്പയർ ആയി വരാൻ, കാരണം ഇത്ര നാൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഒരു സമയം കൊടുത്താൽ മാത്രമേ എൻ്റെ സ്കിന്ന് റെഡിയാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാതെ എനിക്ക് ഇന്നിട്ടിട്ട് നാളെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാജിക് ഈ ലോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടക്കത്തില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളുടെ ബ്രെയിനെ റഷാക്കുകയും നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യും. അത് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കുകയും ഡൈജഷൻ ശരിയല്ലെങ്കിൽ സ്കിന്ന് കൂടുതൽ കറുപ്പാകുകയും ഒക്കെ ചെയ്യും.
പിത്തം കൂടുതലുണ്ടാകുകയും ഒക്കെ ചെയ്യും. നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മളുടെ ദഹന പ്രക്രിയയാണ് നമ്മളുടെ ടോട്ടൽ ഹെൽത്തിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയാം. നമ്മൾക്ക് അസിഡിറ്റി ഉള്ള സമയത്ത് നമ്മുടെ മൂഡ് ശരിയായിരിക്കത്തില്ല, നമ്മുടെ ബ്രെയിൻ ശരിയായിട്ട് വർക്കാകത്തില്ല, നമുക്ക് ഒട്ടും ഹെൽത്ത് ഉണ്ടായിരിക്കത്തില്ല, ടോട്ടലി എവറിത്തിങ് കൊളാപ്സ് ആവും. ഗ്യാസ് ഉണ്ടാവും, ഗ്യാസിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വേറെ കുറേ അസുഖങ്ങളുണ്ടാവും, കൈവേദന, കാലുവേദന, നെഞ്ചുവേദന, വാട്ടവർ, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ശരിയാക്കേണ്ടത് നമ്മുടെ വയറിനെ ശരിയാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കുക. എക്സ്പെഷ്യലി കർക്കിടക മാസമാണ്, കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക. ഒരു മാസം അങ്ങനെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ പിന്നെ അതൊരു ശീലമാവും. നമ്മൾക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് ഈ ഒരു ഏജിൽ, മേ ബി ആഫ്റ്റർ 30 അറ്റ്ലീസ്റ്റ്. ഓക്കെ, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫുഡ് ശീലമാക്കുകയാണെങ്കിൽ നമ്മൾക്കതങ്ങ് ശീലമായിക്കോളും. അത് വളരെ നല്ലതാണ് മുഖത്തിൻ്റെ പ്രസരിപ്പിനും മുഖകാന്തിക്കും ഒക്കെ. നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആവശ്യമില്ലാതെ പ്രതികരിക്കാൻ പോകാതിരിക്കുക. അവിടെ നമ്മൾ ടോക്സിക് ആകുകയാണ് ചെയ്യുക. ആ പ്രതികരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ മൊത്തം കെമിക്കൽ റിയാക്ഷനാണ് ഉണ്ടാകുന്നത്. ആ കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ഫേസിൻ്റെ ഭംഗിയെ അങ്ങ് മാറ്റും, നമ്മൾക്കൊരു ക്രൂവൽ ഫേസ് തരും. ആ ക്രൂവൽ ഒരു ഓറ, ആ ഒരു ക്രൂവൽ ഓറ നമ്മളുടെ സൗന്ദര്യത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും. നമ്മളുടെ ഫേസിനെയും മൈൻഡിനെയും നമ്മളുടെ ബോഡിയെയും ഒക്കെ കൂൾ കാമായിട്ട് വെക്കുക. നമ്മളിനി ആരോഗ്യൻ്റായിട്ട് ബിഹേവ് ചെയ്താലും കാമായിട്ട് ബിഹേവ് ചെയ്താലും ലൈഫ് വിൽ ഫ്ലോ ലൈക്ക് നോർമൽ. ഓക്കെ, ലൈഫ് പൊയ്ക്കൊണ്ടേയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം ടിൽ അവർ എൻഡ് നമ്മുടെ ലൈഫ് പൊയ്ക്കൊണ്ടേയിരിക്കും. നമ്മൾ എങ്ങനെ അതിനെ കൺസിഡർ ചെയ്താലും ലൈഫ് പൊയ്ക്കൊണ്ടേയിരിക്കും. ലൈഫിന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറാണ്. അതായത് നമ്മളൊന്ന് ആഗ്രഹിക്കുകയാണ് ഇത് വേണമെന്ന്, അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ അറിയാതെ തന്നെ പ്രവർത്തിക്കും. അതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും ഒരു കാര്യത്തിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അഫർമേഷൻ എന്ന് പറയുന്നതും ഒക്കെ നമ്മുടെ തീവ്രമായ ആഗ്രഹമാണ്. ഇവിടെ നമ്മളിപ്പോൾ സ്കിൻ കെയറിനെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾക്ക് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ വേണം, നമ്മളുടെ സ്കിൻ ഏജ് തോന്നാതെ വേണം, നമ്മൾക്ക് നല്ലൊരു മൈൻഡ് വേണം, പീസ്ഫുൾ ലൈഫ് വേണം, ഹോപ്പ് വേണം ലൈഫിൽ. ഇതൊക്കെ നമ്മുടെ അഫർമേഷൻസ് ആണ്, ഇവിടെ നമ്മളുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ ഫിസിക്കും എല്ലാം തന്നെ ഒരേപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മാനിഫെസ്റ്റേഷൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് വയ്ക്കാനായിട്ട് ആലോചിച്ച് നമ്മളൊരു വീടിന് വേണ്ടി പ്രയത്നിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതൊക്കെ പല മോഡൽസ് വീടുകളായിരിക്കും. നമ്മൾ റോഡിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നതൊക്കെ നമുക്ക് വേണ്ട പോലത്തെ വീടുകളിലെ നമുക്ക് ഓരോ ഐഡിയാസൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടും. അതൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്നും യൂണിവേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന കുറേ ഇൻഫർമേഷൻസ്, ഡേറ്റാസാണ്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞിട്ട് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്കതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. അല്ലാതെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരിടത്തിരുന്നിട്ട് നമ്മൾ ഒരെണ്ണം ആലോചിച്ചാൽ മാത്രം കിട്ടുന്നതല്ല. നമ്മളതിനെ ഡീപ്പായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താകും? നമ്മളുടെ മനസ്സിലും സബ് കോൺഷ്യസ് മൈൻഡിലും നമ്മൾ അറിയാതെ കിടക്കുന്ന നമ്മുടെ ബോധമണ്ഡലത്തിൽ, അത് ഉപബോധ മനസ്സിൽ അത് പതിയാണ് ചെയ്യുക. ബോധമനസ്സിൽ ഉപബോധ മനസ്സിൽ അത് പതിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്ക് വർക്കാകും. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കും. 24 hours നമ്മളൊരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരവും റെഡിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്കത് കിട്ടും. അതെന്താണ് ഇവിടെ നമ്മുടെ ഈ ചാനൽ നമ്മൾ പറയുന്ന ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ്, യൂത്ത്ഫുൾ സ്കിന്നാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചാണ് മാത്രമേ ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് വിശ്വാസത്തോടെ ഒരു സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ട റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾക്കത് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. പറ്റില്ല എന്നൊന്നില്ല. നിങ്ങളെ ചുറ്റിയുള്ള ആളുകളെ, നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും അല്ലെ നിങ്ങളെ ചുറ്റിലുള്ള ആളുകളാണെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരുപാട് പേര് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ സ്മാർട്ടായിട്ട്, വളരെ യൂത്ത്ഫുൾ ലുക്കിൽ, വളരെ എനർജറ്റിക് ആയിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയും അവർക്കത് വേണമെന്ന് അവർ തീവ്രമായിട്ട് ആഗ്രഹിച്ച് ഡിസൈഡ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കുറേ അറോഗൻ്റായിട്ട് സംസാരിച്ചത് കൊണ്ടോ, നിങ്ങൾ കുറച്ച് ഒച്ച വെച്ച് സംസാരിച്ചുകൊണ്ടോ, നിങ്ങളുടെ ഡോമിനേറ്റിംഗ് പവർ അവിടെ ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളവരുടെ അടുത്തോ കാണിച്ചത് കൊണ്ടോ നിങ്ങൾക്കൊന്നും നേടാൻ പോകുന്നില്ല. നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ സൗന്ദര്യം താഴോട്ട് പോകത്തേ ഉള്ളൂ. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ സ്കിൻ കെയർ ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല.
അപ്പോൾ ഈ ക്രീം എല്ലാ ടൈപ്പ് സ്കിന്നിനും പറ്റുന്നതാണ്. പിന്നെ പറ്റുമെങ്കിൽ വീഡിയോ മൊത്തം കണ്ടിട്ട് ഡൗട്ട് ചോദിക്കുക. അതെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഭാഗം മാത്രം ഫോർവേഡ് ചെയ്ത് വിട്ടിട്ട് കണ്ടിട്ട് ഇതെന്താണ് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആൻസർ, പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഭാഗം മാത്രം വന്നിട്ട് കണ്ടിട്ട് ഇതെന്താണ് അതെന്താണ് ഇതില്ലെങ്കിൽ എന്താണ് അതില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും ആൻസർ പറയത്തില്ല. ഞാൻ ഹാർട്ട് ഇട്ടിട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബിക്കോസ് മൈ ടൈം ഈസ് വെരി പ്രഷ്യസ്. ഞാൻ ആൻസർ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റില്ല. റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നെങ്കിൽ കമൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഐ എം റെഡി ടു ആൻസർ. ബട്ട് അല്ലാതെ ഇതില്ലെങ്കിൽ എന്താ ചെയ്യുക, അതില്ലെങ്കിൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഇതില്ലാത്തവരെന്താ ചെയ്യുക, യു ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ യുവർ ലൈഫ്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് നോർമലായിട്ടുള്ള ഒരവസ്ഥയിൽ, നോർമലായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. മനസ്സിലായി? നിങ്ങളൊന്നും കൊച്ചു കുട്ടികളല്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വാച്ചിങ് മൈ വീഡിയോസ് ആർ എബവ് 40 ലൈക്ക് ദാറ്റ്. സോ യു നോ കുക്കിംഗ് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഇതിനകത്തൊന്ന് ഓൾട്ടർനേറ്റീവ് ചെയ്ത്, അല്ലാതെ ഒരു ഓപ്ഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈസ് കുക്കർ ഇല്ലാത്തവർ എന്താണ് ചെയ്യുക എന്ന് ലാസ്റ്റ് വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടു. റൈസ് കുക്കർ ഇല്ലാത്തവർ റൈസ് കുക്കർ വാങ്ങിക്കുക. ഒരു 1500 അത്രയൊക്കെ ഉള്ളൂ റൈസ് കുക്കറിന്. ഇല്ലാന്നുണ്ടെങ്കിൽ പല വീഡിയോസിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാം. സോ യു നോ ഹൗ ടു ഡു. മനസ്സിലായില്ലേ? കുക്കിംഗ് അറിയാവുന്നുണ്ടെങ്കിൽ എന്താണ് ഡബിൾ ബോയിലിംഗ് നമ്മൾക്കറിയാം. നമ്മൾക്ക് കുറച്ചൊക്കെ അറിയാം. ഡയറക്റ്റ് ഹീറ്റ് അടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 8 മണിക്കൂർ കഴിഞ്ഞ് തുറക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. വീഡിയോ മൊത്തം കാണുന്നില്ല, അതുകൊണ്ടാണ്. 8 മണിക്കൂർ അത് ആ ചൂടിലിരുന്ന് ആറി ഫുള്ള് ചൂട് പോയി കഴിഞ്ഞ് വേണം അത് അതിൽ നിന്ന് പുറത്തെടുക്കാൻ. അത് വളരെ ക്ലിയർ ആയിട്ട് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തം കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡൗട്ടുകൾ വരുന്നത്. ഫുൾ വീഡിയോ കാണുക, ഫുൾ വീഡിയോ കണ്ടിട്ട് ഡൗട്ട് ചോദിക്കുക. അതുപോലെ തന്നെ മാക്സിമം ദേഷ്യപ്പെടാതിരിക്കുക, മാക്സിമം ആർഗ്യൂ ചെയ്യാൻ പോകാതിരിക്കുക, മാക്സിമം ടോക്സിസിറ്റി നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്ത് ദൂരെ കളയുക. അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള സഹവാസം അങ്ങ് നിർത്തുക. അതൊക്കെയാണ് നമ്മുടെ സൗന്ദര്യത്തിനെ കൂട്ടാൻ വേറൊരു ടിപ്സ്. സ്കിൻ കെയർ മാത്രം പോരാ, ഹെയർ കെയർ മാത്രം പോരാ, ഫുഡ് കോൺസെൻട്രേറ്റ് ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും സിഡ് മൂഞ്ചി മാതിരി ഇരിക്കുന്ന, അതാണ് തമിഴിലിവിടെ പറയാം. അതായത് എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാൾ, സംശയരോഗമുള്ള ഒരാൾ, അല്ലെങ്കിൽ എന്തിനും ഏതിനും സംശയം, അവർ കളിപ്പിക്കുമോ ഇവർ കളിപ്പിക്കുമോ, അങ്ങനെയൊക്കെയുള്ള സംശയം, അങ്ങനെ ഒരു ടോക്സിസിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി യു ഷുഡ് ബി അലേർട്ട്. ദാറ്റ്സ് അനദർ തിങ്. ഒന്നും കണ്ണടച്ച് വിശ്വസിക്കണമെന്നല്ല, ബട്ട് അലേർട്ടായിട്ടിരിക്കുക, അത്രമാത്രം മതി. ബാക്കിയൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫേസിനെ നിങ്ങൾക്ക് ഏജിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാൻ പറയുന്ന പോലെ 15 ഇയേഴ്സ് യങ്ങറായിട്ടോ 20 ഇയേഴ്സ് യങ്ങറായിട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെ നിങ്ങൾ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടാനോ ഒന്നും പോകാതിരിക്കുക. നിങ്ങളുടെ ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പ്രഷ്യസ്. ആ പോയ സമയം പിന്നെ കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് മാക്സിമം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച്, നിങ്ങളെയും സന്തോഷിപ്പിച്ച്, നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കാതെ, ആ ചിലവഴിക്കുന്ന സമയം ഇപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന സമയം അവർക്ക് വേണ്ടിയല്ല, ശരിക്കും പറഞ്ഞാൽ നമുക്കും കൂടെ വേണ്ടിയാണ്, അല്ലേ? നമ്മളുടെ ഹാപ്പിനെസ് ആണത്. അതുപോലുള്ള കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.